ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മഹത്വം രക്ഷക സ്തുതി നീനക്കെന്നും ചേറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാ. കർത്താവിൽ പ്രിയരെ, അനുഗ്രഹീതമായ ഒരു ദിവസം സർവശക്തനായ ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ദൈവഹിതത്തിന് പരിപൂർണമായി സമർപ്പിക്കുക കർത്തൃപ്രാർത്ഥനയിലെ ഒരു പ്രധാന നിർദ്ദേശമാണ് കർത്താവ് നൽകുന്നത്. നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ദൈവത്തിന്റെ ഹിതം ആരാഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്രകാരം ചെയ്ത ഒരു മനുഷ്യനാണ് അബ്രഹാം. അദ്ദേഹത്തെ വിളിക്കുന്നത് തന്നെ വിശ്വാസികളുടെ പിതാവ് എന്നാണ്. അപ്പോൾ ഒരു കാര്യം സുവ്യക്തമാണ്, അതായത് വിശ്വാസത്തിന്റെ തികവുള്ളവർക്ക് മാത്രമേ ദൈവത്തിന്റെ ഹിതത്തിന് തന്നെ സമർപ്പിക്കുവാൻ സാധിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ ഹിതം ആത്മസന്തോഷവും ഒരു നിർവൃതിയുമാണ്. അവർക്ക് ദൈവത്തിന്റെ ഇഷ്ടം പൊന്നിഷ്ടമാണ്. തന്റെ ഇഷ്ടങ്ങളെ വിമ്മിഷ്ടമായി കരുതുന്നവരാണ് ദൈവ സ്നേഹിതരായ മനുഷ്യര്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, പൈതലിനെ ലഭിച്ചു. ദൈവം ആവശ്യപ്പെടുന്നു അതിനെ ബലിയർപ്പിക്കുവാൻ. അവനെ ബലിയർപ്പിക്കുവാൻ തയ്യാറാകുന്നു. തൻ്റെ ഉള്ളിൽ ദൈവം ആവശ്യപ്പെട്ടപ്പോഴേ ദൈവഹിതം നിറവേറ്റിയവനാണ് അബ്രഹാം. ദൈവത്തിന്റെ ഹിതം ഇതാണെങ്കിൽ ഇത് നടക്കട്ടെ. അവിടെ പ്രത്യേകിച്ചൊന്നും ദൈവത്തിനോട് മറുപടി പറയുവാൻ അദ്ദേഹം പരിശ്രമിച്ചില്ല. കാരണം ദൈവമനുഷ്യരുടെ എല്ലാം പ്രത്യേകത, ദൈവത്തെ ഉള്ളുകൊണ്ടറിഞ്ഞ മനുഷ്യരുടെ പ്രത്യേകത. നമ്മുടെയൊക്കെ വിശ്വാസവും ദൈവഹിതാനുസരണമുള്ള ജീവിതമൊക്കെ വെറും പുറംപൂച്ച. നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കണം, എൻ്റെ ദൈവഹിതാന്വേഷണത്തിന് ഉള്ളുണ്ടോ? വിശ്വാസത്തിന്റെ തികവ് എവിടെയുണ്ടോ അവിടെ സ്വന്തം ഇഷ്ടം മാറ്റിവെച്ച് ഓരോ വ്യക്തിയും ദൈവത്തിന്റെ ഹിതം ആരായും. അങ്ങനെ അബ്രഹാം ആരാഞ്ഞു, പുത്രനെ സമർപ്പിക്കുവാൻ പറയുന്നു. അവനെ എടുത്തുകൊണ്ട് വിറകുമെടുത്ത് അവൻ കഴുതക്ക് ജീനിയിട്ട് അതിനെ എടുത്തുകൊണ്ട് നടത്തിക്കൊണ്ട് മോറിയ മലയിലേക്ക് പോവുകയാ. മോറിയ മലയിൽ പോകുന്ന വഴിക്ക് ഇസഹാക്ക് തന്റെ പിതാവിനോട്, വത്സല പിതാവിനോട് ചോദിക്കുന്നുണ്ട്, കത്തിയുണ്ട്, വിറകുണ്ട്, തീയുണ്ട്, എല്ലാമുണ്ട്, പക്ഷെ ബലിമൃഗം എവിടെ? ബലിമൃഗമില്ല കയ്യിലിപ്പോൾ. കഴുതയെ ബലിമൃഗമാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഊനമറ്റ കുഞ്ഞാടിനെ വേണം ബലിയർപ്പിക്കുവാൻ. അപ്പോൾ എന്താണ് അബ്രഹാം പിതാവ് പറയുന്നത്? മകനെ, സമയമാകുമ്പോൾ ദൈവം അത് നൽകിക്കൊള്ളു, നീ വിഷമിക്കണ്ട. നീ ദൈവത്തിന്റെ ഹിതത്തിന്, അല്ലെങ്കിൽ നിന്റെ പിതാവായ ഞാൻ പറയുന്ന ഹിതത്തിന് അനുസരിച്ചുകൊണ്ട് മലയിലേക്ക് നീ വരിക. അവിടെ കടന്നു ചെന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ വ്യാഖ്യാനിക്കാതെ നിങ്ങൾക്കറിയാം. ദൈവഹിതം പൂർത്തിയാകുന്നതിന് വേണ്ടി തന്റെ അരുമ മകനെ വിറകിന്മേൽ അടുക്കി വിറകിന്മേൽ തന്റെ പുത്രനെ എടുത്ത് കിടത്തി വാളോങ്ങുമ്പോൾ ദൈവം അബ്രഹാമിനെ വിളിക്കുന്നു, അബ്രഹാം, അബ്രഹാം, അബ്രഹാം. 3 പ്രാവശ്യം. നിന്റെ മകന്റെ മേൽ കൈവയ്ക്കരുത്, നിന്റെ ബലിയിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. യഥാതഥം ദൈവത്തിന്റെ ഹിതമനുസരിച്ചു നമ്മൾ അർപ്പിക്കുന്ന ബലി ദൈവം സ്വീകരിക്കും. കായേൻ ബലിയർപ്പിച്ചു, ദൈവം സ്വീകരിച്ചില്ല. ഹാബേൽ ബലിയർപ്പിച്ചു, ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് ഹാബേൽ ബലിയർപ്പിച്ചു. ആ ബലി ദൈവം സ്വീകരിച്ചു. നമ്മുടെ ജീവിതം ബലിയായി ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ അത് സ്വീകാര്യമായി തീരണമെങ്കിൽ നമ്മുടെ ഇഷ്ടം പോലെയല്ല, ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് അത് നിറവേറ്റപ്പെടണം. അതിന് സാധിക്കണം. ഇതുമായി ബന്ധപ്പെട്ട ഏതാനും ചില ആശയം കൂടി നമുക്ക് അല്പം കഴിഞ്ഞ അടുത്ത ടോക്കിൽ ശ്രവിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.